നമസ്കാരം. അക്ഷയ കേരളമിലേക്ക് സ്വാഗതം. കേരളത്തിലെ സാമൂഹിക ക്ഷേമ പെൻഷനുകളെ സംബന്ധിച്ച് വലിയൊരു പ്രഖ്യാപനമാണ് നിയമസഭയിൽ ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ അർഹരിലേക്ക് മാത്രം എത്തിക്കുന്നതിനായി നിലവിലെ മാനദണ്ഡങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ സർക്കാർ ആലോചിക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ വ്യക്തമാക്കിയത്. ഇത് വെറും ഒരു സാധാരണ വാർത്തയല്ല. ലക്ഷക്കണക്കിന് പെൻഷൻ ഗുണഭോക്താക്കളെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു നിർണായക തീരുമാനത്തിന്റെ സൂചന കൂടിയാണെന്ന് മനസ്സിലാക്കണം. നിലവിൽ കേരളത്തിൽ വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, അവിവാഹിതരായ 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കുള്ള പെൻഷൻ തുടങ്ങിയ നിരവധി ക്ഷേമ പെൻഷൻ പദ്ധതികൾ നിലവിലുണ്ട്. ഈ പദ്ധതികളിലൂടെ നിരവധി ആളുകൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ടെങ്കിലും അർഹതയില്ലാത്തവരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ നിലവിലെ ഗുണഭോക്തൃ പട്ടിക സമഗ്രമായി പരിശോധിക്കുന്നതിനും അനർഹരെ കണ്ടെത്തുന്നതിനുമായി പുതിയ സംവിധാനം കൊണ്ടുവരാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഈ ചർച്ചയ്ക്ക് കാരണമായ സംഭവം വളരെ ശ്രദ്ധേയമാണ്. അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ താമസിക്കുന്ന ഒരാൾ കേരളത്തിലെ ക്ഷേമ പെൻഷൻ തനിക്ക് ലഭിക്കുന്നില്ലെന്ന് പരാതിപ്പെട്ട സംഭവം നിയമസഭയിൽ മുഖ്യമന്ത്രി പരാമർശിച്ചു. ഇത്തരത്തിലുള്ള സംഭവം നിലവിലെ സംവിധാനത്തിൽ ചില പോരായ്മകൾ ഉണ്ടെന്ന് കാണിക്കുന്നതായും അതിനാൽ പരിശോധന കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഇതോടൊപ്പം ഒരു പ്രധാന ആശങ്കയും ഉയർന്നു വന്നിട്ടുണ്ട്. മകൻ വിദേശത്ത് ജോലി ചെയ്യുന്നു എന്ന കാരണത്താൽ നാട്ടിലുള്ള പ്രായമായ അമ്മയ്ക്ക് അർഹതപ്പെട്ട ക്ഷേമ പെൻഷൻ നിഷേധിക്കുന്നത് എങ്ങനെ നീതിയുക്തമാവുമെന്ന ചോദ്യം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉന്നയിച്ചു. ഇത് സാധാരണക്കാരായ നിരവധി കുടുംബങ്ങളുടെ ആശങ്കയാണ്. കാരണം വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കളുള്ള പല വയോധികരും ഇന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരാണ്. മകൻ വിദേശത്താണെന്ന് മാത്രം പറഞ്ഞ് അവരുടെ വരുമാനം മാതാപിതാക്കളുടെ വരുമാനവുമായി കണക്കാക്കുന്നത് ശരിയാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഇതിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അർഹതപ്പെട്ട ഒരാൾക്കും പെൻഷൻ നഷ്ടപ്പെടാതെ തരത്തിലായിരിക്കും പുതിയ മാനദണ്ഡങ്ങൾ രൂപീകരിക്കുകയെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് യഥാർത്ഥത്തിൽ പെൻഷൻ അർഹരായ ആളുകൾക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകില്ലെന്ന് സർക്കാർ ഉറപ്പു നൽകുന്നുണ്ട്. എന്നാൽ പുതിയ പരിശോധനയിൽ എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിക്കപ്പെടും? ബാങ്ക് അക്കൗണ്ടുകളിലെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുമോ? വിദേശത്ത് താമസിക്കുന്ന മക്കളുടെ വിവരങ്ങൾ പരിശോധിക്കുമോ? വീട്, ഭൂമി, വാഹനങ്ങൾ തുടങ്ങിയ സ്വത്തുക്കളുടെ വിവരങ്ങൾ വീണ്ടും പരിശോധിക്കുമോ? ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. നിലവിൽ സർക്കാർ ഔദ്യോഗികമായി പുതിയ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ അർഹരായവർക്ക് മാത്രം പെൻഷൻ ലഭിക്കുന്ന തരത്തിൽ കൂടുതൽ കർശനമായ പരിശോധനകൾ ഉണ്ടായേക്കുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും ഇതിന് പിന്നാലെ ഒരു പ്രധാന കാരണമാണെന്ന് ഓർക്കണം. ഓരോ മാസവും ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സർക്കാർ വലിയ തുകയാണ് ചെലവഴിക്കുന്നത്. അതിനാൽ അനർഹർ പട്ടികയിൽ തുടരുകയാണെങ്കിൽ അതിന്റെ ഭാരം സംസ്ഥാന ഖജനാവിനാണ് വരിക. അതേസമയം യഥാർത്ഥത്തിൽ സഹായം ആവശ്യമായ ആളുകൾക്ക് ഈ ആനുകൂല്യം ഉറപ്പാക്കുക എന്നതും സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ പുതിയ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിനും അനർഹരെ ഒഴിവാക്കുന്നതിനുമിടയിൽ ഒരു ബാലൻസ് നിലനിർത്തുക എന്നത് സർക്കാരിന്റെ വലിയ വെല്ലുവിളിയായിരിക്കും. ഇപ്പോൾ പെൻഷൻ വാങ്ങുന്നവർ എന്ത് ചെയ്യണം? അതിനുള്ള ഉത്തരം തരാം. ഒന്നാമതായി, അനാവശ്യ പ്രചരണങ്ങളിൽ വീഴാതിരിക്കുക. രണ്ടാമതായി, സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന വിവരങ്ങൾ മാത്രം വിശ്വസിക്കുക. മൂന്നാമതായി, നിങ്ങളുടെ രേഖകളും വിവരങ്ങളും കൃത്യമായി സൂക്ഷിക്കുക. നാലാമതായി, വരും ദിവസങ്ങളിൽ പരിശോധനകൾ ഉണ്ടായാൽ ആവശ്യമായ രേഖകൾ ഹാജരാക്കാൻ തയ്യാറായിരിക്കുക. ഇപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: പുതിയ മാനദണ്ഡങ്ങൾ വന്നാൽ നിലവിൽ പെൻഷൻ വാങ്ങുന്നവരിൽ ആരൊക്കെ പട്ടികയിൽ നിന്ന് പുറത്താകുമെന്ന്.
ഇപ്പോൾ തന്നെ പറയട്ടെ, ഇതു സംബന്ധിച്ച അന്തിമ തീരുമാനം സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ മുൻകാലങ്ങളിൽ സർക്കാർ നടത്തിയ പരിശോധനകളും നിലവിലുള്ള വ്യവസ്ഥകളും അടിസ്ഥാനമാക്കി ചില കാര്യങ്ങൾ വീണ്ടും പരിശോധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഒന്നാമതായി, വരുമാന പരിധി. കുടുംബത്തിന്റെ വാർഷിക വരുമാനം നിശ്ചിത പരിധിയേക്കാൾ കൂടുതലാണോ എന്ന് പരിശോധിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമതായി, ഭൂമിയും മറ്റു സ്വത്തുക്കളും. വലിയ തോതിൽ ഭൂമിയോ ഒന്നിലധികം വീടുകളോ ഉള്ളവർ പട്ടികയിൽ തുടരാൻ അർഹരാണോ എന്നത് വീണ്ടും വിലയിരുത്തിയേക്കാം. മൂന്നാമതായി, വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശം. ആഡംബര വാഹനങ്ങൾ സ്വന്തമായുള്ളവരും ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ളവരുമായ ആളുകൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ സാധ്യതയുണ്ട്. നാലാമതായി, സർക്കാർ ജോലിക്കാരുടെയോ പെൻഷൻ അവരുടെയോ കുടുംബാംഗങ്ങൾ. ഇത്തരം വിവരങ്ങൾ വീണ്ടും പരിശോധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇതോടൊപ്പം തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കളുള്ള കുടുംബത്തെക്കുറിച്ചുള്ള ചർച്ചയും ശക്തമായിരിക്കുകയാണ്. മകൻ ഗൾഫ് രാജ്യങ്ങളിലോ യൂറോപ്പിലോ അമേരിക്കയിലോ ജോലി ചെയ്യുമെന്ന കാരണത്താൽ മാത്രം നാട്ടിലുള്ള മാതാപിതാക്കൾക്ക് ക്ഷേമ പെൻഷൻ നിഷേധിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. കാരണം വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കൾ എല്ലാവരും ഉയർന്ന വരുമാനക്കാരല്ല. പലരും കുടുംബ ബാധ്യതകളും കടബാധ്യതകളും കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരാണ്. അതുകൊണ്ടാണ് വിദേശത്ത് പണിക്ക് പോയിരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവരും ഒരേ കാരണത്താലല്ല ഗൾഫിലേക്ക് ജോലിക്ക് പോകുന്നത്. അതുകൊണ്ട് വിദേശത്തുള്ള മക്കളുടെ പേരിൽ മാത്രം മാതാപിതാക്കളുടെ പെൻഷൻ റദ്ദാക്കരുതെന്ന് പലരുടെയും അഭിപ്രായം. നിയമസഭയിലും ഈ വിഷയം ഉയർന്നു എന്നുള്ള കാര്യം പറഞ്ഞു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഈ ആശങ്ക സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട്. അതോടൊപ്പം പെൻഷൻ വർദ്ധിപ്പിക്കുമോ എന്നുള്ള കാര്യത്തിന്റെ ചർച്ചയിൽ ഇപ്പോൾ തുടരുന്നുണ്ട്. ഇപ്പോൾ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് പ്രതിമാസം ലഭിക്കുന്നത് 2000 രൂപയാണ്. ജീവിത ചിലവ് ഉയരുന്ന സാഹചര്യത്തിൽ ഈ തുക വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഏറെ നാളായി ഉയരുന്നുണ്ട്. പല സാമൂഹിക സംഘടനകളും പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചിലർ 2500 രൂപയെങ്കിലും ആക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ മറ്റു ചിലർ 3000 രൂപയോ അതിൽ കൂടുതലോ ആക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇതുവരെ സർക്കാർ ഇത്തരമൊരു വർധനവ് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പെൻഷൻ 3000 രൂപയായി 4000 രൂപയായി എന്ന തരത്തിലുള്ള വാർത്തകൾ വിശ്വസിക്കുന്നതിന് മുൻപ് ഔദ്യോഗിക അറിയിപ്പുകൾ പരിശോധിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ പരിശോധനകൾ എങ്ങനെ ആയിരിക്കുമെന്നുള്ള ചോദ്യവുമുണ്ട്. വിവിധ വകുപ്പുകളുടെ വിവരങ്ങൾ ഏകോപിപ്പിച്ച് പരിശോധനകൾ നടത്താനുള്ള സാധ്യതയെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. ഉദാഹരണത്തിന് റേഷൻ കാർഡ് വിവരങ്ങൾ, വരുമാന സർട്ടിഫിക്കറ്റ്, ഭൂമി സംബന്ധമായ വിവരങ്ങൾ, വാഹന ഉടമസ്ഥാവകാശ വിവരങ്ങൾ, ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട രേഖകൾ തുടങ്ങിയവ തമ്മിൽ പരിശോധിച്ചേക്കാമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഇതെല്ലാം ഇപ്പോൾ ചർച്ചയുടെ ഭാഗം മാത്രമാണ്. സർക്കാർ ഔദ്യോഗികമായി എന്ത് മാനദണ്ഡങ്ങളാണ് പ്രഖ്യാപിക്കുന്നത് എന്നത് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. അതേസമയം ഒരു പ്രധാന കാര്യം മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് വീണ്ടും ഓർമ്മിപ്പിക്കാം. അർഹരായ ഒരു വ്യക്തിക്കും പെൻഷൻ പെടാത്ത തരത്തിലായിരിക്കും ഈ പുതിയ മാനദണ്ഡങ്ങൾ രൂപീകരിക്കുകയെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇത് ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യവുമാണ്. ഇപ്പോൾ പെൻഷൻ വാങ്ങുന്നവർ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. രണ്ടാമതായി, സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന എല്ലാ വാർത്തകളും വിശ്വസിക്കാതിരിക്കുക. മൂന്നാമതായി, സർക്കാർ ധനവകുപ്പ്, സാമൂഹ്യ നീതി വകുപ്പ് എന്നിവയുടെ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം പിന്തുടരുക. നാലാമതായി, ആവശ്യമായ രേഖകളും വിവരങ്ങളും കൃത്യമായി സൂക്ഷിക്കുക. അഞ്ചാമതായി, വരും ദിവസങ്ങളിൽ പരിശോധനകൾ സംബന്ധിച്ച അറിയിപ്പുകൾ വന്നാൽ അവ കൃത്യമായി പാലിക്കുക. കേരളത്തിന്റെ സാമ്പത്തിക സാഹചര്യം കണക്കിലെടുത്ത് ക്ഷേമ പെൻഷൻ പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അനർഹരെ കണ്ടെത്തി ഒഴിവാക്കുന്നതിനും യാഥാർത്ഥ്യത്തിൽ സഹായം ആവശ്യമുള്ളവർക്ക് പെൻഷൻ ഉറപ്പാക്കുന്നതുമാണ് പ്രധാന ലക്ഷ്യം. ഇനി വരും ദിവസങ്ങളിൽ പുതിയ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിക്കുമോ, നിലവിലുള്ള ഗുണഭോക്താക്കളെ വീണ്ടും പരിശോധിക്കുമോ, പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ മറുപടികൾ സർക്കാർ പുറത്തിറക്കുന്ന ഔദ്യോഗിക പ്രഖ്യാപനങ്ങളിലൂടെ മാത്രമേ
നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. അതുവരെ അഭ്യൂഹങ്ങളിൽ വിശ്വസിക്കാതെ കാത്തിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യാനും, അനർഹരെ ഒഴിവാക്കാൻ സർക്കാർ കർശന നടപടികൾ സ്വീകരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തരൂ. അതുപോലെ അതോ നിലവിലെ മാനദണ്ഡങ്ങൾ മാത്രം വിലയിരുത്തി വേണ്ടെന്നാണോ നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കൂടുതൽ പുതിയ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.